അങ്ങനെ ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതോടുകൂടി ഇനി ഈ കേസിൽ ഇടപെടില്ലെന്ന് പറഞ്ഞ് രാജീവൻ തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വളരെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കൂടിയാണ് കേട്ടോ രാജീവൻ തിരിച്ചു പോകുന്നത്. വൈജയന്തി എത്ര നിർബന്ധിച്ചിട്ടും രാജീവ് അവിടെ നിൽക്കാൻ തയ്യാറായില്ല. എന്നാൽ ശിവശങ്കരമേനോൻ നാട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വൈജയന്തി കൊല്ലപ്പിള്ളി വന്ന് നിൽക്കും. പിന്നെ വൈജയന്തിയെ നോക്കേണ്ടത് തൻ്റെ ബാധ്യതയാവുമെന്ന് ശിവശങ്കരമേനോന് നന്നായിട്ടറിയാം. അതിൻ്റെ കൂടെ കമലയെ നന്നായി എരികേറ്റി കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഗംഗാധരമേനോൻ മനുവിനെ വിളിക്കുന്നത്. വൈജയന്തിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കാരണമാണ് മനുവിനെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നത്. അങ്ങനെ മനു ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ വെല്ലിശ, എന്തൊക്കെയുണ്ട്? ഇവിടെ നിന്ന് പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ വെല്ലിശൻ. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അങ്ങനെയല്ലടാ മനു, ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളൊരു യൂറോപ്യൻ ട്രിപ്പിലായിരുന്നു. നേരത്തെ കുട്ടി പ്ലാൻ ചെയ്തതാ, അതും കഴിഞ്ഞ് ഇന്ന് എത്തിയതേ ഉള്ളൂ. ഇതിനിടയിൽ വൈജയന്തിയെ ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു, പക്ഷേ അപ്പോഴൊന്നും അവൾ ഫോൺ എടുത്തില്ല. അതാ പിന്നെ ഞാൻ നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചേ. എന്തുണ്ട് അവിടെ വിശേഷം? ബാലേന്ദ്രൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാ? ഇപ്പോഴും വൈജയോട് അകൽച്ചയിൽ തന്നെയാണോ? അപ്പം മനു പറയുന്നുണ്ട്, അവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. അന്നത്തെ പോലെയല്ല, പ്രശ്നങ്ങളൊന്നും കൂടി വഷളായി. വെല്ലിശൻ പോയതിനു ശേഷം ആൻറ്റി രാജീവ് കൊച്ചച്ഛനെ വിളിച്ചു വരുത്തി. കൊച്ചച്ഛനാണെങ്കിൽ ഹരിയെയും കൂട്ടിക്കൊണ്ട് ചെന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അലീനയെ പിടിച്ചു വലിച്ച് റോട്ടിലേക്ക് ഇറക്കി വിട്ടു. അതോടെ അങ്കിൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്കിളുടെ കൂടെ കൃഷ്ണമോളും പോയി. പിന്നെ അവർ അലീനയും കൂട്ടിക്കൊണ്ട് പോയി ഒരു റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. പദ്ധതി പൊളിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കൊച്ചച്ഛൻ സ്ഥലം വിട്ടു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അങ്കിൾ അലീനയും കൂട്ടി തിരിച്ചു വന്നു കടപ്പാട്ടൂർ വീട്ടിലേക്ക്. അതുമാത്രമല്ല, അലീനയെ സ്വന്തം മകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ ആൻറ്റിയുടെ കൺട്രോൾ പോയി. പിന്നെ പറയണ്ടല്ലോ, മുത്തശ്ശീനെ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല, അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. അത് കേട്ട് അച്ഛൻ കൊച്ചച്ഛനെ വിളിച്ചു. എന്നിട്ട് 2 ആളും കൂടി നാട്ടിലെത്തി. നാട്ടിലെത്തിയെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള മുത്തശ്ശിയുടെ ആങ്ങളിയില്ലേ രാവുണ്ണി അച്ചാച്ചൻ, അദ്ദേഹത്തിൻ്റെ മക്കളെയും കൂടി വിളിച്ചു വരുത്തി. എന്നിട്ട് എല്ലാവരും കൂടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു. എല്ലാവരും കൂടി കാണുമ്പോൾ അങ്കിള് പേടിക്കുന്ന അവർ വിചാരിച്ചേ. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാ. അങ്കിൾ എല്ലാവരും വിരട്ടി ഓടിച്ചു എന്ന് മാത്രമല്ല, കൊച്ചച്ഛൻ്റെ ചെകിടത്തിട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. അതോടെ കൊച്ചച്ഛൻ ആകെ നാണം കിട്ടു. ഇനി ആ വീട്ടിലേക്ക് കടക്കില്ല എന്ന് പറഞ്ഞിട്ടാ കൊച്ചച്ഛൻ തിരിച്ചു പോയത്. ഇതൊക്കെയാ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇത് കേട്ട് ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നേ? എന്നിട്ട് ഇതുവരെ ആരും എന്നോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാണിച്ചു കൂടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ ഇവർക്ക്? ഞാൻ അപ്പം തന്നെ അവരെ വിലക്കിയേനല്ലോ. ഇതിപ്പോൾ ഒരു ഊരാക്കുടുക്കാക്കി മാറ്റിയേക്കുക. അപ്പം മനു പറയുന്നുണ്ട്, എന്ത് പറയാനാ വെലിശ, നമുക്ക് പറയാനല്ലേ പറ്റൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവരം ദൈവം അവർക്ക് കൊടുത്തിട്ടില്ലെന്ന് കരുതിയാൽ മതി. അലീനയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ടാ ആൻറ്റി നിൽക്കുന്നത്. സത്യത്തിൽ അവിടുത്തെ പ്രശ്നം അലീനയൊന്നല്ല. അങ്കിളിനും ആൻറ്റിക്കിടയിൽ എന്തോ ഒരു ഗുരുതര പ്രശ്നം നടക്കുന്നുണ്ട്. പക്ഷേ അലീനയെ മറവച്ചുകൊണ്ട് ആ പ്രശ്നം ആരും അറിയുന്നില്ലെന്ന് മാത്രം. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാ. അവർക്കിടയിലുള്ള പ്രശ്നം അലീനയല്ല. അത് തീരണമെന്നുണ്ടെങ്കിൽ വൈജയന്തി മനസ്സ് വെക്കണം. അവൾ ഒതുങ്ങിയേ പറ്റൂ. ബാലേന്ദ്രനോട് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ ഭാഗത്ത് അന്യായം. അലീനയെ സ്വന്തം മകളായി അംഗീകരിക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ലോകത്തൊരാൾക്കും അയാളെപ്പോലെ ആവാൻ പറ്റില്ല. അലീന അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, വെലിശൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. വെലിശൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെലിശൻ അറിയാമെന്നാ. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അറിയാം. ഞാൻ എന്തായാലും ഉടനെ നാട്ടിലേക്ക് വരുന്നുണ്ട്. നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. ഇപ്പം ഞാൻ വെക്കുക, ബാക്കിയെല്ലാം നാട്ടിലെത്തിയതിന് ശേഷം പറയാം. അങ്ങനെ പറഞ്ഞ് ഗംഗാധരമേനോൻ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോൾ മനുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും വെല്ലിശൻ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അച്ഛനും കൊച്ചച്ഛനും ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെല്ലിശനാ. അതിന് പിന്നിൽ തക്കതായ എന്തോ ഒരു കാരണമുണ്ട്. പദ്ധതി പൊളിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കൊച്ചച്ഛൻ സ്ഥലം വിട്ടു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അങ്കിൾ അലീനയും കൂട്ടി തിരിച്ചു വന്നു കടപ്പാട്ടൂർ വീട്ടിലേക്ക്. അതുമാത്രമല്ല, അലീനയെ സ്വന്തം മകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ ആൻറ്റിയുടെ കൺട്രോൾ പോയി. പിന്നെ പറയണ്ടല്ലോ, മുത്തശ്ശീനെ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല, അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. അത് കേട്ട് അച്ഛൻ കൊച്ചച്ഛനെ വിളിച്ചു. എന്നിട്ട് 2 ആളും കൂടി നാട്ടിലെത്തി. നാട്ടിലെത്തിയെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള മുത്തശ്ശിയുടെ ആങ്ങളിയില്ലേ രാവുണ്ണി അച്ചാച്ചൻ,
അദ്ദേഹത്തിൻ്റെ മക്കളെയും കൂടി വിളിച്ചു വരുത്തി. എന്നിട്ട് എല്ലാവരും കൂടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു. എല്ലാവരും കൂടി കാണുമ്പോൾ അങ്കിള് പേടിക്കുന്ന അവർ വിചാരിച്ചേ. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാ. അങ്കിൾ എല്ലാവരും വിരട്ടി ഓടിച്ചു എന്ന് മാത്രമല്ല, കൊച്ചച്ഛൻ്റെ ചെകിടത്തിട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. അതോടെ കൊച്ചച്ഛൻ ആകെ നാണം കിട്ടു. ഇനി ആ വീട്ടിലേക്ക് കടക്കില്ല എന്ന് പറഞ്ഞിട്ടാ കൊച്ചച്ഛൻ തിരിച്ചു പോയത്. ഇതൊക്കെയാ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇത് കേട്ട് ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നേ? എന്നിട്ട് ഇതുവരെ ആരും എന്നോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ ഇവർക്ക്? ഞാൻ അപ്പം തന്നെ അവരെ വിലക്കിയേനല്ലോ. ഇതിപ്പോൾ ഒരു ഊരാക്കുടുക്കാക്കി മാറ്റിയേക്കുക. അപ്പം മനു പറയുന്നുണ്ട്, എന്ത് പറയാനാ വലിശ? നമുക്ക് പറയാനല്ലേ പറ്റൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവരം ദൈവം അവർക്ക് കൊടുത്തിട്ടില്ലെന്ന് കരുതിയാൽ മതി. അലീനയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ടാ ആൻറ്റി നിൽക്കുന്നത്. സത്യത്തിൽ അവിടുത്തെ പ്രശ്നം അലീനയൊന്നല്ല. അങ്കിളിനും ആൻറ്റിക്കിടയിൽ എന്തോ ഒരു ഗുരുതര പ്രശ്നം നടക്കുന്നുണ്ട്. പക്ഷേ അലീനെ മറവച്ചുകൊണ്ട് ആ പ്രശ്നം ആരും അറിയുന്നില്ലെന്ന് മാത്രം. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാ. അവർക്കിടയിലുള്ള പ്രശ്നം അലീനയല്ല. അത് തീരണമെന്നുണ്ടെങ്കിൽ വൈജയന്തി മനസ്സ് വെക്കണം. അവൾ ഒതുങ്ങിയേ പറ്റൂ. ബാലേന്ദ്രനോട് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ ഭാഗത്ത് അന്യായം. അലീനയെ സ്വന്തം മകളെ അംഗീകരിക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ലോകത്തൊരാൾക്കും അയാളെപ്പോലെ ആവാൻ പറ്റില്ല. അലീന അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, വെലിശൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. വെലിശൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെലിശൻ അറിയാമെന്നാ. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അറിയാം. ഞാൻ എന്തായാലും ഉടനെ നാട്ടിലേക്ക് വരുന്നുണ്ട്. നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. ഇപ്പം ഞാൻ വെക്കുക. ബാക്കിയെല്ലാം നാട്ടിലെത്തിയതിന് ശേഷം പറയാം. അങ്ങനെ പറഞ്ഞ് ഗംഗാധരമേനോൻ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോൾ മനുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും വെല്ലിശൻ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അച്ഛനും കൊച്ചച്ഛനും ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെല്ലിശനാ. അതിന് പിന്നിൽ തക്കതായ എന്തോ ഒരു കാരണമുണ്ട്. അതെന്തായിരിക്കും? അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ മനു. കാര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് പിറ്റേ ദിവസം തന്നെ ഗംഗാധരമേനോനും മാലതിയും നാട്ടിലെത്തുന്നുണ്ട് കേട്ടോ. നേരെ ചെല്ലുന്നത് കൊല്ലപ്പള്ളി വീട്ടിലേക്കാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ ശിവശങ്കരമേനോനും മുത്തശ്ശിയും ഉണ്ട്. ഗംഗാധരമേനോനെ കണ്ടതും ശിവശങ്കരമേനോൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ ഗംഗേട്ടാ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? യൂറോപ്യൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എന്നെത്തി? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, മിനിഞ്ഞാന്നെത്തിയതേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയാ ശിവ നിങ്ങൾ രണ്ടാളും കൂടി കാട്ടിക്കൂട്ടിയത്? എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് മതിയായിരുന്നില്ലേ ഈ സാഹസമൊക്കെ? അപ്പോൾ ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, അത് പിന്നെ ചേട്ടനെ ഞാൻ വിളിച്ചതാ, കിട്ടിയില്ല. പിന്നെ മോളെ വിളിച്ച് നോക്കിയപ്പോൾ അവളാ പറഞ്ഞത് യൂറോപ്യൻ ട്രിപ്പിന് പോയിരിക്കുകയാണ്. വൈജയന്തിക്കാണെങ്കിൽ ഈ പ്രശ്നം ഇപ്പം തന്നെ തീർക്കണം. അപ്പോൾ പിന്നെ ഗംഗേട്ടൻ വരുന്നത് കാത്തിരിക്കാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ ഉണ്ടായേ? നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നോ? ഇല്ലല്ലോ. നടന്നില്ലെന്ന് മാത്രമല്ല, പ്രശ്നങ്ങൾ കുറച്ചും കൂടി വഷളാവുകയും ചെയ്തു. അപ്പം ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ ഗംഗേട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. വൈജയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളല്ലേ മുന്നിൽ നിൽക്കേണ്ടത്? അവൾ നമ്മളുടെ ഒരേ ഒരു പെങ്ങളല്ലേ, അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഇവിടെ പ്രശ്നം അലീന എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല, നമ്മുടെ പെങ്ങൾ തന്നെയാണ്. വൈജ ഒന്ന് ഒതുങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളെക്കാൾ മുന്ന് ഇവിടെ എത്തി ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാ ഞാൻ. അന്ന് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ പ്രശ്നം അലീനയല്ല വൈജയാണെന്ന്. ബാലേന്ദ്രൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ്. അതെന്താ നിങ്ങളെല്ലാവരും മറന്നു പോകുന്നേ? അയാൾക്കിപ്പോൾ ടെൻഷൻ കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ പെങ്ങൾക്ക് തന്നെയല്ലേ നഷ്ടം. ഏതായാലും ഞാൻ വൈജയെ ഒന്ന് കാണുന്നുണ്ട്. ഇനി കയ്യാങ്കളിയൊന്നും വേണ്ട. ഈ പ്രശ്നം രമ്യതയിൽ തീർക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഗംഗാധരമേനോൻ മുത്തശ്ശിയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഗംഗാധരനെ കണ്ടതും മുത്തശ്ശിക്ക് വലിയ സന്തോഷമായി. എടാ മോനെ, നീ എത്തിയോ? അപ്പം ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് സുഖാണോ? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് 3 ആൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ കിടന്ന് നരയിക്കാനാ എൻ്റെ യോഗം. ആൺമക്കൾ മാത്രമല്ല, മോളും കണക്കാ. എല്ലാവർക്കും അവരവരുടെ കാര്യം നടന്നാൽ മതി. അമ്മ ചത്താലെന്താ, ജീവിച്ചാലെന്താ? ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അങ്ങനൊന്നും പറയല്ലമ്മേ, ഞങ്ങളെല്ലാം പല സ്ഥലത്തായി പോയില്ലേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഒക്കെ എൻ്റെ യോഗ, അതനുഭവിച്ചല്ലേ പറ്റൂ. നീ ആ വൈജയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്ക് ഗംഗാധര.
ഇവരെല്ലാവരും കൂടി അത് കോളാക്കി വെച്ചിരിക്കുക. ബാലേന്ദ്രനോട് ഏറ്റുമുട്ടാൻ നിന്ന അത് അവളുടെ ജീവിതത്തെ തന്നെയല്ലേ ബാധിക്കുന്നത്? അതെന്താ ഈ മണ്ടന്മാർക്കൊന്നും മനസ്സിലാവാത്തെ? ഒരുത്തൻ അടിയും വാങ്ങി സിംഗപ്പൂർക്ക് പോയിട്ടുണ്ട്. ഇനി ആ പടി ചവിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടാ പോയേക്കുന്നേ. എന്താവെന്ന് കണ്ടറിയാം. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഗംഗാധരമേനോൻ അവിടെ നിന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മനു എറണാകുളത്ത് നിന്ന് എത്തിയിട്ടുണ്ടാവും. ഗംഗാധരമേനോനെ കണ്ടതും മനു ചോദിക്കുന്നുണ്ട്, അല്ല ഇതാര്, വല്യച്ഛനോ? ഇത്ര പെട്ടെന്ന് എത്തുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, വരേണ്ടി വന്നല്ലേ പറ്റൂ, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. അപ്പം മനു പറയുന്നുണ്ട്, ഓക്കെ വല്യച്ഛ, എനിക്കും വല്യച്ഛനോട് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. ഏതായാലും നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് മനു പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഗംഗാധരമേനോനും മനുവും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മനു ഗംഗാധരമേനോനോട് ചോദിക്കുന്നുണ്ട്, വല്യച്ഛൻ ഈ പ്രശ്നം എങ്ങനെ ഒത്തുതീർപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അറിയില്ല, പക്ഷെ ഒത്തുതീർപ്പാക്കിയേ പറ്റൂ. അതിന് വൈജ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. വൈജ മനസ്സ് വെച്ചാൽ മാത്രമേ ഈ പ്രശ്നം തീരുള്ളൂ. ബാലേന്ദ്രനോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അതെന്താ വല്യച്ഛൻ അങ്ങനെ പറഞ്ഞത്? ആൻറ്റി പണ്ടേ പിടിവാശിക്കാരിയാ. പക്ഷേ അങ്കിൾ അങ്ങനെയല്ലായിരുന്നു. അങ്കിളിനെ കാണാതായതിന് ശേഷമാണ് അങ്കിളിന് ഇത്രയും വലിയൊരു ചേഞ്ച് വന്നത്. ഒരു പൊടിക്ക് വാശി ഇപ്പം അങ്കിളിനും ഉണ്ട്. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അയാളുടെ വാശിക്ക് അതിൻ്റേതായ ന്യായമുണ്ട് മനു. സത്യം പറയാലോ, എൻ്റെ എത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ അയാളെപ്പോലെ ഒരു വിശാല മനസ്കനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ വൈജയ്ക്ക് അവളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ബാലചന്ദ്രൻ. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, വല്യച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ വഴക്കിൻ്റെ മൂല കാരണം എന്താണെന്ന് വല്യച്ഛൻ അറിയാം. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ മനു, അവരുടെ വഴക്കിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അത് അത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. ഞാനൊരാൾ വിചാരിച്ച ആ പ്രശ്നം ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞത്. അതിനു മുമ്പ് നീ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവിന് എന്തോ സീരിയസ് പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ടല്ലോ അലീനയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അത് ഒരു പരിധി വരെ ശരിയാ. ഇത് കേൾക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, വലിയ എന്തായി പറയുന്നത്? അലീന എങ്ങനെയാ അവരുടെ പ്രശ്നമായി മാറുന്നത്? അവൾ അവിടെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. ഒരു ഹോം നേഴ്സായി വന്ന് ആ വീട്ടിലെ സകല പണികളും എടുത്തു കൊടുത്തതാണോ അവൾ ചെയ്ത തെറ്റ്? ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നീ കരുതുന്ന പോലെ അവളൊരു ഹോം നേഴ്സോ വേലക്കാരിയോ ഒന്നുമല്ല. അവൾക്ക് ആ വീടുമായി നിങ്ങളൊന്നറിയാത്ത ഒരു വലിയ ബന്ധമുണ്ട്. ആർക്കും തകർക്കാൻ പറ്റാത്ത വളരെ ശക്തമായൊരു ബന്ധം. ഇത് കേൾക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ബന്ധോ? എന്ത് ബന്ധം? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഇത് നിന്നോടെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സത്യം ഇതാണ്. അലീന വൈജയന്തിയുടെ മകളാ, അവളുടെ സ്വന്തം ചോര. ഇത് കേട്ടതും മനു ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ എന്തായി പറയുന്നേ? അലീന എങ്ങനെയാ വൈജയന്തിയുടെ മോളാവുന്നേ? അങ്കിളിനും ആൻറ്റിക്കും ആദ്യം ഉണ്ടായത് രോഹിത്തല്ലേ, പിന്നെ എങ്ങനെയാ അലീന അവരുടെ മകളാവുന്നേ? ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, എനിക്കറിയാം മനു, നിനക്കൊരു 100,000 സംശയങ്ങളുണ്ടാവുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. അലീന വൈജയന്തിയുടെ മോളാ. അവൾ പ്രസവിച്ച അവളുടെ സ്വന്തം മോള്. അതിനർത്ഥം അവൾ ബാലചന്ദ്രൻ്റെ മകളാണെന്നല്ല. ഇത് കേട്ടതും മനു ചോദിക്കുന്നുണ്ട്, വലിയ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നിങ്ങളൊന്നും അറിയാത്ത ഒരു പാസ്റ്റ് വൈജയ്ക്കുണ്ട്. അവളുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടം 10-22 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഞാൻ ആഗ്രയിലായിരുന്ന സമയം, അന്ന് കുറച്ചു കാലം വൈജയന്തി അവിടെ വന്ന് താമസിച്ചിരുന്നല്ലോ. അന്ന് അവൾക്ക് അവിടെ വെച്ചൊരു അഫെയർ ഉണ്ടായിരുന്നു. എൻ്റെ ജൂനിയറായിരുന്നു കക്ഷി. ആളൊരു ക്രിസ്ത്യനാ. വലിയ തറവാട്ടുകാരൊക്കെയാണ്. ഞങ്ങൾ ആ ബന്ധത്തെ എതിർത്തപ്പോൾ ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നീട് കുറച്ചു കാലം അവരൊരുമിച്ച് താമസിച്ചു. അപ്പോഴാണ് വൈജ പ്രഗ്നൻ്റ് ആവുന്നത്. അതിനുശേഷം സ്റ്റാൻലി നാട്ടിലേക്കെന്ന് പറഞ്ഞ് പോയി. പിന്നീട് ഒരിക്കലും അവൻ തിരിച്ചു വന്നില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാനും അച്ഛനും കൂടി അവളെ നാട്ടിലോട്ട് കൊണ്ടുവന്നു. തിരുവനന്തപുരത്തുള്ള രാവുണ്ണിയമ്മാവൻ്റെ വീട്ടിലാണ് അവൾ കുറച്ചു കാലം താമസിച്ചിരുന്നത്. അവിടെ വെച്ച് തന്നെയായിരുന്നു അവളുടെ പ്രസവവും. പ്രസവത്തോടെ കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞാൽ
ഞങ്ങൾ അവളെ ബാലേന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ സത്യം അതായിരുന്നില്ല. രാവുണ്ണിയമ്മാവനും അച്ഛനും കൂടി ആ പെൺകുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. പിന്നീട് ആ കുട്ടി മരിച്ചു പോയെന്നാണ് ഞങ്ങളെല്ലാവരെയും അറിയിച്ചത്. പക്ഷേ അത് കള്ളമായിരുന്നെന്ന് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. വൈജ അന്ന് പ്രസവിച്ച ആ കുഞ്ഞാണ് ഇന്ന് വളർന്നു വലുതായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അലീന. മനുവിനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനാവാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അച്ഛൻ വെറുതെ അല്ല അത്രയും വയ്യാതിരുന്ന അവസ്ഥയിൽ പോലും കഴക്കൂട്ടത്ത് പോയി അലീനയെ കണ്ടത്. അവളെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് നിന്നോട് പറഞ്ഞത് അവൾ സ്വന്തം കൊച്ചുമോളായതുകൊണ്ടാണ്. ഇതെല്ലാം അലീനയ്ക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ബാലചന്ദ്രന് ഈ സത്യങ്ങളെല്ലാം അറിയാം. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ ആദ്യം ഓടിയെത്തിയത് എൻ്റെ അടുത്തേക്കാണ്. നീ ഓർക്കുന്നില്ലേ ബാലേന്ദ്രനെ കാണാതായ ദിവസങ്ങൾ? അന്ന് ബാലേന്ദ്രൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു നീലഗിരിയിൽ. അതിനുശേഷമാണ് അയാൾക്ക് അറ്റാക്ക് വന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് വൈജയന്തിയോട് ഇത്രയും അകൽച്ച. പക്ഷേ അലീനയോട് അയാൾക്ക് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് അവളെ സ്വന്തം മകളായി അംഗീകരിച്ചത്. വൈജയന്തിയോടും അയാൾക്ക് സ്നേഹക്കുറവൊന്നുമില്ല. അല്ലായിരുന്നെങ്കിൽ അയാൾ ഇത് എന്നേ വിളിച്ച് പറഞ്ഞേനെ അവളുടെ മുൻപിൽ വെച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാലേന്ദ്രനോട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചോദിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അയാൾ ചെയ്തു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ അയാളോട് താഴെന്ന് പറയാൻ എനിക്കാവില്ല. അപ്പം മനു പറയുന്നുണ്ട്, വലിയ വിഷമിക്കേണ്ട, ആൻറ്റിക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടായിരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. സ്വന്തം മകളോട് തന്നെയാണല്ലോ ആൻറ്റി ഇത്രയും ക്രൂരത ചെയ്യുന്നത്. ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വലിയച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കും, അതെന്താ? അപ്പം മനു പറയുന്നുണ്ട്, അലീന എൻ്റെ ആൻറ്റിയുടെ മകളാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അവളെ ആദ്യം കണ്ടപ്പോൾ തൊട്ടേ എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അലീനയുടെ കൂടെ ഞാനുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അപ്കമിങ് എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്